ഹായ് ഹലോ മെയ്ദിനമായിട്ട് എന്താ പരിപാടി? ഞാൻ എന്തായാലും രാവിലെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചു കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറിയതാണ് പാചകത്തിന്. അപ്പോൾ ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ ആണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. വെജിറ്റേറിയൻ അല്ല, അതിൻ്റെ കൂടെ നല്ല പപ്പടം മുട്ടയും കൂടെ എടുക്കും. ഇറന്നുമില്ല, ഇറച്ചി മീനൊന്നുമില്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പച്ചക്ക വെച്ചിട്ട് പിന്നെ ഒരു കുരുമുളക് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പെപ്പർ മസാല. അപ്പോൾ ഈ ചിക്കനൊക്കെ കഴിക്കാത്തവർക്ക് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത് ഉണ്ടാക്കിയാലോ. ചോറ് ഓൾറെഡി ആയി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എന്തെങ്കിലും കൂടെ ഒന്ന് തട്ടിക്കൂട്ടി കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കായയുടെ തൊലി നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് ചെത്തിക്കളയണം. നമ്മൾ ഏത്തക്ക ആകുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഉരിഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. ഇതാകുമ്പം വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കണം. എന്നിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ചെത്തിയെടുത്തു. ഇനി നമുക്കിത് ചെറിയ ക്യൂബ് പീസായിട്ട് മുറിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഒരു 4 കഷ്ണമായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് അതിനെ പിന്നെ ഒരു 2-3 പീസായിട്ട് പിന്നെ മുറിച്ചു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനപ്പം ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് എന്നിട്ട് ഈ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ കറയെല്ലാം വൃത്തിയായിട്ടൊന്ന് കഴുകി കളയണം. അപ്പോൾ അതിൻ്റെ കറയെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് ഇനി മാറ്റാം. അത് മാറ്റിയതിന് ശേഷം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഞാനൊരു 2 തവിയോളം തൈര് ഒഴിച്ചു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് കഴുകി വെച്ചേക്കുന്ന കായ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ ഇതിങ്ങനെ വിടാം. അപ്പോൾ ആണെങ്കിൽ അതിൽ നന്നായിട്ട് ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈരിൻ്റെ ഇതിനകത്തുനിന്ന് ഈ കായ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വേറെ പാത്രത്തിലോട്ടിഞ്ഞ് മാറ്റണം. അത് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ മാറ്റി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്ത് വെള്ളമയം ഇല്ലാതെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ആ രീതിയിൽ കോൺഫ്ലോർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് റെഡിയുണ്ട്. അപ്പോൾ നമുക്കിതിന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചീനിച്ചിട്ട് അടപ്പിലോട്ട് വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഞാൻ പെറുക്കി ഇടുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ അത് എങ്ങും ഒട്ടിപ്പിടിച്ചിട്ടില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഒരുപാടങ്ങ് ഡീപ്പായിട്ടങ്ങ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, മീഡിയമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മീഡിയമായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഉണ്ടല്ലേ? അപ്പോൾ ഒന്ന് മീഡിയമായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വേറെ പാത്രത്തിലോട്ട് ഇനി മാറ്റട്ടെ. ഇനി കുറച്ചും കൂടെ വറുത്തെടുക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ വറക്കാനിട്ടു. അപ്പോൾ ഞാനിതൊരു പീസൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വറുത്തത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒരു ബജ്ജി കഴിക്കുന്ന ഒരു ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഒരു പാൻ അടപ്പ് വെച്ച് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, അത് കഴിഞ്ഞിട്ട് ഒരു കറുവപ്പട്ട, ഒരു 3 ഗ്രാമ്പു, അത് കഴിഞ്ഞ് 2 ഏലക്ക, അത് ഇത്രയും കൂടെ ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കാണെങ്കിൽ കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഉണ്ടല്ലോ. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉണ്ടല്ലോ? അപ്പോൾ തക്കാളിയും ഉള്ളി അതെല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെപ്പർ മസാല ആകുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാല ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം മസാലയുടെ പച്ചമണം ഒന്ന് പോയിട്ട് ഒന്ന് ഫ്രൈ ആവണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്കൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇത് ആൾറെഡി കായ നമ്മൾ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് പിന്നെ അത് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് കറി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്തൊന്ന് കുറുവണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കണ്ടില്ല? അപ്പോൾ കറി നന്നായിട്ട് കുറുവി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം പെപ്പർ മസാല റെഡി ആവാൻ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ്, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കായ പെപ്പർ ഫ്രൈ, പെപ്പർ മസാല കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ 2 മക്കളും ഇന്ന്
ചിക്കൻ പെപ്പർ മസാലയാണെന്നൊക്കെ പറഞ്ഞിട്ട് പാത്രത്തിൽ, നീ അല്ലെങ്കിൽ നിൻ്റെ ചേട്ടൻ പാത്രത്തിൽ കുറേ ഇങ്ങനെ കോരിയൊക്കെ വെച്ച് ഭയങ്കര ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. ഒരു പീസ് എടുത്ത് വായി വെച്ചപ്പോഴാണ് അത് ചിക്കനല്ല കായാണെന്നുള്ളത് മനസ്സിലായത്. അവസാനം പിന്നെ എടുത്തതിനകത്ത് കുറച്ചിഞ്ഞ് മാറ്റി കേട്ടോ. അവർക്കൊക്കെ ഇങ്ങനത്തുള്ള സാധനമൊന്നും ഇറങ്ങത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം. അത് ഞാൻ കുറച്ച് മോര് വെച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ കഴിക്കാനിരുന്നതാണ്. അപ്പം എല്ലാ അവസാനത്തെ സംഭവമാണ് എനിക്കുള്ളത്. എല്ലാവർക്കും ഞാൻ കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പപ്പടം കഴിച്ചായിരുന്നു. എന്നിട്ട് മുട്ട ഇച്ചിരി കരിഞ്ഞു പോയി കേട്ടോ. മുട്ട എല്ലാവരും എടുത്തതിൻ്റെ ബാക്കി വിട്ടിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ ആദ്യം നമ്മുടെ കറിയുടെ ടേസ്റ്റ് പറയണമല്ലോ. അല്ല, ഞാൻ ആക്ച്വലി അന്നേരം ടേസ്റ്റ് നോക്കിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അപ്പൂസിന് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ലഞ്ച് മെയ് ദിനമായിട്ട്? ഞങ്ങൾക്ക് മെയ് ദിനമായിട്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ലഞ്ചൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ, സി യു.